ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ നന്ദുവിനെയാണ് കാണിക്കുന്നത്. നന്ദു കരഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടക്കാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ തന്നെയാണ് ഉള്ളത്. പല കാര്യങ്ങളും ചിന്തിച്ച് അനിയുടെ ആ ഒരു പഴയ ഓർമ്മകളൊക്കെ ആയിട്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. അങ്ങനെ ഗോവിന്ദൻ തൊട്ടടുത്ത് ഇരിപ്പുണ്ട്. ഗോവിന്ദൻ ചോദിച്ചു, മോളെ എന്തിനാ മോളെ ഈ കടുങ്കൈ ചെയ്തത്? ഞാൻ ഇത്രയും നേരം മോളോട് ചോദിച്ചില്ല. മോൾക്ക് എന്താ പറ്റിയത്? മോളെപ്പോലെ ഒരു ധൈര്യമുള്ള പെൺകുട്ടീനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. എന്നിട്ട് മോളുടെ മനസ്സിന് എന്താ പറ്റിയത്? എന്താ മോളുടെ മനസ്സിന്റെ താളം തെറ്റാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് പിന്നെ ഞാൻ ഒരിക്കലും അനിയെ കിട്ടാഞ്ഞിട്ടൊന്നും അല്ല അച്ഛ ഈ ഒരു കാര്യം ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അനീനെ കിട്ടാത്തത് കൊണ്ട് വിഷമമൊക്കെ ഉണ്ട്. എങ്കിലും അനിയുടെ ജീവിതത്തിൽ ഇനി ഞാനൊരു കല്ലുകടിയാകാൻ പാടില്ല. അവരുടെ ജീവിതത്തിനിടയിൽ ഞാനൊരു സംസാര വിഷയമാകാൻ പാടില്ല. ഇനിയിപ്പോൾ അനി എന്നെ കാണാൻ വരികയോ എന്നോട് സംസാരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ വലിയ പ്രശ്നമാകും. അത് അനിയുടെ ജീവിതത്തെ ബാധിക്കും. അനിയുടെ സമാധാനം നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അല്ലാതെ ഒരിക്കലും ആരെയും വേദനിപ്പിക്കണമെന്നോ ഒന്നും ഞാൻ വിചാരിച്ചില്ല. ഞാൻ ദൈവത്തിനോട് 100 തവണ ചോദിച്ചിട്ടാ ഇങ്ങനെ ഒരു സാഹസം കാണിച്ചത്. അല്ലാതെ ഞാൻ തന്നെ എടുത്ത തീരുമാനമല്ല. അല്ല, ഞങ്ങൾക്കൊപ്പം വന്നിട്ട് മോളെപ്പോഴാണ് അവിടെ നിന്ന് പോയത്? അത് പിന്നെ പയ്യനെ സ്വീകരിക്കുന്ന തിരക്കിനിടയിൽ ഞാൻ അവിടെ നിന്ന് നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്ക് പോകുമായിരുന്നു. അപ്പോഴേക്കും എൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് താളം തെറ്റി. അവിടെ ചെന്ന് ദൈവങ്ങളോട് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. എന്നിട്ടും എൻ്റെ മനസ്സിന് ശാന്തി കിട്ടിയില്ല. അതാ ഞാൻ പുഴക്കടവിലേക്ക് പോയത്. ദേ മോളെ, ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാർക്ക് മക്കളുടെ കർമ്മം ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാലേ അത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് മോള് മനസ്സിലാക്കണം. അതിനുള്ള അവസരം ഇനി മോളായിട്ട് ഉണ്ടാക്കി വെക്കരുത്. അതൊരിക്കലും ഈ അച്ഛനും ഈ അമ്മയ്ക്കും താങ്ങില്ല. അപ്പൊ നമ്മുടെ കനകദുർഗ പറഞ്ഞു, ഗോവിന്ദേട്ടാ ഇനി ഇവളോട് ഇങ്ങനെയൊന്നും സംസാരിക്കണ്ട. അതിന് ഞാൻ വഴക്കല്ലല്ലോ കനകം പറഞ്ഞത്. നമ്മുടെ ഗതികേടല്ലേ ഇത്? നമ്മുടെ ഗതികേടായി പോയില്ലേ? അതെ, അതൊക്കെ ശരിയാ. ഇവിടെ ഇപ്പം ആദർശിന്റെ മുത്തശ്ശനോട് പോലും ആത്മഹത്യക്ക് ശ്രമിച്ച വിവരം പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നത്തിലെത്തിക്കും. ആദർശ് മോനും നയനമോളും പറഞ്ഞിരിക്കുന്നത് ഇത് ആരോടും പറയണ്ടെന്ന്. നാളെ മറ്റൊരു കുടുംബത്തിലേക്ക് പോകേണ്ടതാ മോള്. അതിനിടയിൽ ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ചീത്തപ്പേരായി കിടക്കും. ഇതൊന്നും പുറത്ത് പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അതുകൊണ്ടാ പറയാത്തത്. പിന്നെ ആദർശ് മോന് നല്ല സ്വാധീനമുള്ള ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ഡോക്ടർ ഇത് കേസാക്കിയിട്ടില്ല. ഡോക്ടറും ആരോടും പറഞ്ഞിട്ടില്ല. അല്ലമ്മ, കല്യാണം കഴിഞ്ഞ ശേഷമാണോ അച്ഛനും അമ്മയും ഇങ്ങോട്ടേക്ക് വന്നത്? ആ, കല്യാണം കഴിഞ്ഞ ശേഷം തന്നെയാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. താലികെട്ട് കഴിഞ്ഞു അപ്പൊ തന്നെ ഞങ്ങൾ പുറപ്പെടുമായിരുന്നു. അതേ മോളെ, രാകേഷ നയനമോളോട് ഈ കാര്യം പറഞ്ഞത്. ആ സമയത്ത് ആരോടും ഒന്നും പറയാതെ അവരാദ്യം ഇങ്ങോട്ട് പുറപ്പെട്ടു. ഞങ്ങളൊന്നും അറിഞ്ഞില്ലായിരുന്നു. പിന്നെ മോക്ക് കുഴപ്പമൊന്നുമില്ലാന്ന് അറിഞ്ഞ ശേഷം അവര് രണ്ടാളും കല്യാണ മണ്ഡപത്തിലേക്ക് വന്നതും കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞതുമൊക്കെ. ആ വിവരം അറിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാവുമോ? കല്യാണ സമയത്ത് നയനെ ആദർശ് മാറി നിന്നെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്നോ. എല്ലാവരും അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നയനമോള് കാരണമാണ് എന്തൊക്കെയോ സംഭവിച്ചത് എന്നൊക്കെയാ പറയുന്നത്. മോൾക്കറിയാലോ മോളുടെ ചേച്ചിയുടെ അമ്മായിയമ്മമാരുടെ സ്വഭാവം. മരുമക്കളെ കുറ്റപ്പെടുത്താൻ വേണ്ടി അമ്മായിമ്മമാര് എന്തെങ്കിലും കാരണങ്ങൾ തേടി നടക്കുക. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തില് അവരത് പരമാവധി മുതലാക്കുകയല്ലേ ഉള്ളൂ. ആ മുതലാക്കല അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്ക് നമ്മുടെ നന്ദു ചോദിച്ചു, അത് പിന്നെ അനി ഹാപ്പിയാണോ അച്ഛാ? ഹേയ്, അനിക്ക് കുഴപ്പമൊന്നുമില്ല മോളെ. അനി നല്ല പയ്യനാ, നല്ല സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ അവന് ഇനി ഒരു വിഷമം ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ജീവിതം എങ്ങനെയെങ്കിലും മുന്നോട്ടേക്ക് നല്ല രീതിയിൽ പോകട്ടെ. അതാ വേണ്ടതെന്ന് പറഞ്ഞു. ഇതേ സമയം കാണിക്കുന്നത് പിന്നെ കല്യാണ മണ്ഡപമാണ് കേട്ടോ. കല്യാണ മണ്ഡപത്തിൽ നിന്ന് അനിയും അനാമികയും ഇറങ്ങുകയാണ്. നേരെ അനന്തപുരി തറവാട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങാണ് കേട്ടോ. അപ്പൊ എല്ലാവരും കൂടെയാണ് ഇറങ്ങുന്നത് അവിടുന്ന്. അപ്പൊ വീട്ടിൽ ആരെങ്കിലും വേണമല്ലോ കൈപിടിച്ച് കയറ്റാന്. അതും അമ്മായിയമ്മയാണല്ലോ കൈപിടിച്ച് കയറ്റേണ്ടത്. അപ്പൊ ദേവയാനി പറഞ്ഞു, ഏതായാലും നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞങ്ങൾ ആദ്യം പോകാം. ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ജാനകിനെയും കൊണ്ട് വീട്ടിൽ ചെന്നിട്ട് ജാനകിയുടെ മകള് വരുമ്പോ കൈപിടിച്ച് കയറ്റണ്ടേ. അപ്പൊ ഞാൻ വീട്ടിൽ പോകാം, ഞങ്ങൾ രണ്ടും വീട്ടിൽ പോകാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും മുത്തശ്ശി പറഞ്ഞു, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നയനമോളെയും കൂട്ടിപ്പോക്കോ. എന്നാ പിന്നെ ഞങ്ങൾ പോട്ടെ, നിങ്ങൾ പയ്യെ വന്നാൽ മതി, വീട്ടിൽ കയറാനുള്ള സമയം ഇതുവരെ ആയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനിയും അതുപോലെ ജാനകിയും നയനയും കൂടെയാണ് ആദ്യം വീട്ടിലേക്ക് വീട്ടിലേക്ക് പോകുന്നത്. പിന്നെ അവിടെ കുറച്ച് കരച്ചിലും ബഹളവും ഒക്കെയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ രേവതി ഭയങ്കര കരച്ചിലാ. എന്നിട്ട് പറയുക നയനയോട്, മോള് പോകുന്നതിന് ഒരുപാട് വിഷമമുണ്ട് അമ്മയ്ക്ക്.
ഈ ഒരു സമയത്ത് കരയാനൊന്നും പാടില്ല, പക്ഷെ എനിക്ക് ആകെ ഉള്ളൊരു മോളല്ലേ എന്ന് പറഞ്ഞപ്പോ ജലജ പറഞ്ഞു, അതിനിപ്പോ എന്താ സങ്കടപ്പെടുന്നത്, ദേ കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, എപ്പോ വേണമെങ്കിലും വന്ന് കാണാലോ, നാളെ രാവിലെ തന്നെ രണ്ടാളും തിരിച്ച് അങ്ങോട്ടേക്കും വരില്ലേ, എങ്കിൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ എന്ന് ജയനി ചോദിച്ചു. അങ്ങനെ ഇവരും അങ്ങ് പോകുകയാണ് കേട്ടോ. നമ്മുടെ രേവതിക്ക് വിഷമം ഉണ്ടോ, ഒരു മകളാണല്ലോ, അപ്പൊ അതിന്റെ വിഷമം കാണാതിരിക്കില്ല, ഏതായാലും വിവാഹം കഴിഞ്ഞ് പോവുമല്ലേ. അത് അഭിനയൊന്നും അല്ല കേട്ടോ, കരയുന്നത് തന്നെയാണ്, മനസ്സിൽ തട്ടി തന്നെയുള്ള കരച്ചിലാണ് രേവതിയുടെ. അങ്ങനെ നമ്മുടെ അനാമിക രേവതിനെ നോക്കി ഇങ്ങനെ ഒരു ചിരിയൊക്കെ കാണിച്ചിട്ട്, അമ്മ സമാധാനപ്പെടും, എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാനാണല്ലോ ഞാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ നോക്കുകയാണ്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് പോയിട്ടോ എല്ലാവരും. അപ്പോഴത്തേക്ക് നമ്മുടെ വേണു പറഞ്ഞു, ഹോ എന്റെ പൊന്നു രേവതി, ആശ്വാസമായി, ഏതായാലും വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ, ഇതിനിടയിൽ ഒരു അനർത്ഥവും ഉണ്ടായില്ലല്ലോ. അല്ല, അനർത്ഥം ഒരെണ്ണം ഉണ്ടായി, താലി അഴിഞ്ഞു പോയല്ലോ. ഹേയ്, അതൊന്നും കാര്യമാക്കണ്ട, അതൊന്നും നമുക്ക് ഇപ്പം നോക്കേണ്ട കാര്യമില്ല, നമുക്ക് ഇനിയിപ്പോ നമ്മുടെ കടം വീട്ടണം, അതായിരിക്കണം നമ്മുടെ മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നതെന്നൊക്കെ പറഞ്ഞ് അവരെ നിൽക്കുക. ഇതേ സമയം ആയിക്കോട്ടെ നിലവിളക്കൊക്കെ കൊളുത്തി നമ്മുടെ നയന നിൽക്കുക. അപ്പൊ നയന ഇങ്ങനെ നിലവിളക്ക് എടുത്ത് ഇങ്ങനെ തിരിയൊക്കെ കൊളുത്തി ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പൊ ജാനകി പറഞ്ഞു, നിന്നോട് ആരാ നിലവിളക്ക് എടുക്കാൻ പറഞ്ഞത്, നീ നിലവിളക്ക് എടുക്കണ്ട, എടി മര്യാദയ്ക്ക് ആ നിലവിളക്ക് അവിടെ വെച്ചോ, ഇനിയിപ്പൊ നീ നിലവിളക്കെടുത്ത് അവളുടെ കൈ കൊടുത്തിട്ട് ഇങ്ങോട്ട് പിടിച്ചു കയറ്റാനാണോ നിന്റെ ഉദ്ദേശം, അത് പിന്നെ അതും കൊണ്ടല്ലമ്മേ, ഞാനിത് കൊളുത്തി തരാൻ വേണ്ടി തന്നതാ, എങ്കിൽ പിന്നെ ഇങ്ങ് തരാൻ പറഞ്ഞു. അങ്ങനെ നിലവിളക്കൊക്കെ എടുത്ത് നമ്മുടെ ജാനകി നേരെ ഫ്രണ്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ദേവയാനിയോട് പറയുന്നു ജാനകി, അത് പിന്നെ ഏടത്തി കൈപിടിച്ച് കയറ്റിയേ മതിയായിരുന്നു, അതല്ലേ നല്ലത്. ഹേയ്, അതിന്റെ കാര്യമില്ല, അതെ ഞാന് കൈപിടിച്ച് കയറ്റുന്നതിലും നല്ലത് നിന്റെ മരുമകളെ നീ കൈപിടിച്ച് കയറ്റുന്നത് ജാനകി. കാരണം ഇതുപോലെ എന്റെ മരുമകളെ ഞാൻ കൈപിടിച്ച് കയറ്റാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചു നിന്നിട്ടുണ്ട്. അപ്പോഴാ അവിടെ ഒരു ആൾമാറാട്ടം നടന്നത്, ഒന്നൊന്നര ആൾമാറാട്ടം. നിന്റെ ചേച്ചിക്ക് പകരം നീ വന്നു, നിന്നെ ഞാൻ പറയുന്നത്. അപ്പൊ ജലജ പറഞ്ഞു, രണ്ടിലാര് വന്നാലും കണക്കല്ലേ ഏടത്തി, 2 പേര് വന്നാലും അതല്ലേ നല്ലത്, അതല്ലേ പറ്റിപ്പോയത്. അല്ല, 2 പേരും കള്ളങ്ങളെ പറഞ്ഞിട്ടാണല്ലോ ഇങ്ങോട്ടേക്ക് കടന്നു വന്നത്. കള്ളം കൂടുതൽ പറഞ്ഞത് നയന തന്നെയാ. നയനയെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് ഒരിക്കലും ഇവളെ അംഗീകരിക്കാനും പറ്റാതെ വന്നത് അതുകൊണ്ടാ. അല്ലെങ്കിൽ പിന്നെ എല്ലാം സത്യസന്ധമായിട്ട് നടക്കണമായിരുന്നു എന്ന് പറഞ്ഞപ്പം ഇനിയിപ്പൊ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഏടത്തി, എന്ത് ചെയ്യാനാ, നമുക്ക് കിട്ടിയ 2 മരുമകളും 2 മാരണങ്ങളായിപ്പോയി. അവരെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുക എന്നുള്ളതല്ലാതെ വേറെ മാർഗമില്ലാണ്ട് പോയല്ലോ. ആര് തലയിൽ ചുമന്നുകൊണ്ട് നടക്കാനാ ഇതിനെയൊക്കെ, എനിക്കൊന്നും പറ്റില്ല. ഞാനിവളെ മരുമകളായിട്ട് അംഗീകരിച്ചിട്ടുമില്ല, എനിക്ക് തലയിൽ ചുമന്നുകൊണ്ട് നടക്കേണ്ട കാര്യവുമില്ല. അപ്പൊ ജാനകി പറഞ്ഞു, ഈ അവസാന നിമിഷം പോലും കല്യാണം മുടക്കാൻ ആൾക്കാര് ശ്രമിച്ചത്. അപ്പം ദേവിയനി ചോദിച്ചു, എന്താ ജാനകി, നീ ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇതിനിടയ്ക്ക് എന്തെങ്കിലും നടന്നോ? ഇന്നത്തെ ദിവസം നല്ലതാ, അതുകൊണ്ട് അത് ഇല്ലാതാക്കി കളയാൻ എനിക്ക് ആഗ്രഹമില്ല. അല്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇന്നലെ, അതുകൊണ്ടാണല്ലോ ആദർശ് അനീനെ തല്ലിയത്. മദ്യപിച്ചതിനാണെന്ന് പറയുന്നുണ്ടെങ്കിലും അതിനപ്പുറം എന്തോ നടന്നിട്ടുണ്ട്, പക്ഷെ ആരും ഒന്നും പറയുന്നുമില്ല അതിനെക്കുറിച്ച്. എന്താ ജാനകി എന്താ മറയ്ക്കുന്നത്? അത് പിന്നെ നല്ലൊരു ദിവസമായിട്ട് എൻ്റെ ഏടത്തി ഒന്നും പറയാതിരിക്കുന്ന നല്ലത് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പറഞ്ഞു, അവര് വന്നല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എങ്കിൽ പിന്നെ വിളക്കെടുത്ത് അകത്തേക്ക് കയറ്റാന്ന് പറഞ്ഞു. അപ്പൊ അവര് വന്നിങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങാണ് കേട്ടോ. നമ്മുടെ നയനയ്ക്ക് ഭയങ്കര സന്തോഷമുണ്ട്, എങ്കിൽ പോലും നയനയുടെ മുഖത്ത് ഒരു വെളുത്ത ഒരു ഇതുണ്ട്. കാരണം സത്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നന്ദുവിനെയും കൂടിയാണല്ലോ ബാധിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു വിളറിപ്പുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അനാമിക വന്ന് ഇറങ്ങുന്നു, അനിയും വന്ന് ഇറങ്ങുന്നു. ജാനകി ചെല്ലുന്നു, നിലവിളക്ക് കൊടുക്കുന്നു, വലതുകാല് വെച്ച് അകത്തേക്ക് കയറുകയാണ് നമ്മുടെ അനാമിക. അങ്ങനെ അകത്തേക്ക് കയറിയതും നമ്മുടെ അനി നേരെ മാലയൊക്കെ ഉരുട്ട് ദേഷ്യം വന്നങ്ങ് പോവുകയാണ്. പക്ഷെ ദേവയാനിക്കൊക്കെ ഭയങ്കര സന്തോഷം. അപ്പൊ ദേവയാനി പറഞ്ഞു, അങ്ങനെ എന്റെ ഈശ്വര എല്ലാം നല്ലതുപോലെ നടന്നല്ലോ, മനസ്സിന് ഇണങ്ങി ഒരു മരുമകളെ കിട്ടിയല്ലോ, അത് തന്നെ നല്ല കാര്യം. അപ്പോഴത്തേക്കും ജാനകി പറഞ്ഞു, അല്ല വേറൊരുത്തി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, കാണുന്നില്ലല്ലോ, എന്ത് വിചാരിച്ച നിന്റെ മരുമകള്? അവക്ക് വല്ലാത്തൊരു വയറുവേദനയാന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയേക്കുക, ഇനിയിപ്പോ വയറുവേദനയും തലവേദനയൊക്കെ എല്ലാവർക്കും കൂടും. അപ്പം നമ്മുടെ മുത്തശ്ശി പറഞ്ഞു, ഒരു പെങ്കൊച്ച് ഇവിടെ കയറി വന്നേക്കുക, ആ ഒരു സമയത്ത് ഇവിടെ ഇത്രയും നിലവാരം കുറഞ്ഞ സംസാരം ഒന്നും ഉണ്ടായേക്കരുത്. ഇവന്റെ മുത്തശ്ശൻ ഹോസ്പിറ്റലിലാണെന്ന് കരുതിയിട്ട് നാഥനില്ലാത്ത വീടാണെന്ന് ആരും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഇവന്റെ മുത്തശ്ശൻ ഉണ്ടായിരുന്നെങ്കിലേ ഇപ്പൊ ഇവിടെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. അല്ല, അതിനിവിടെ എന്താ പറഞ്ഞത്? വേണ്ടാത്തത് ഒന്നും പറഞ്ഞില്ലല്ലോ. ആ പെങ്കൊച്ച് ഇങ്ങോട്ട് കയറിയപ്പോ തന്നെ ഒരു വീടിനകത്തൊരു തെളിച്ചം പോലെ തോന്നി, അതുകൊണ്ട് ഞങ്ങളങ്ങ് സംസാരിച്ച്
അതിന് ഇത്രയും നാളിവിടെ പകലും രാത്രിയും പോലെ അല്ലായിരുന്നു ഏടത്തി. ഹോ, എന്ത് ചെയ്യാനാണ്, പകലേത് രാത്രി ഏത് എന്നൊന്ന് തിരിച്ചറിയത്തില്ലാത്തൊരവസ്ഥ. അപ്പൊ മുത്തശ്ശി പറഞ്ഞു, ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങള്? അപ്പം ജാനകി പറഞ്ഞു, ജലജയും ഏടത്തിയും പറയുന്നത് സത്യമാണമ്മേ, ഇവിടെ സംഭവിക്കാൻ പാടില്ലാത്ത പലതും നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല ജാനകി, അതെന്താ നീ അങ്ങനെ പറയുന്നത്? ഇവള് കുറച്ചു ദിവസം മുമ്പ് വരെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തായിരുന്നു. അങ്ങനെ ജാനകി മാറണമെങ്കിൽ ഒരു വ്യക്തമായ കാരണം കാണും, അതുമാത്രം അമ്മ മനസ്സിലാക്കിയ മതിയെന്ന് ജലജയുടെ അഭിപ്രായം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആദർശ് പറഞ്ഞു, ഇവിടെ ഒരു പ്രത്യേകതയും ഉണ്ടായിട്ടില്ല, ഒരു കാര്യം ഇവിടെ സംഭവിച്ചിട്ടില്ല. അപ്പം ജലജ പറഞ്ഞു, ഓ, ഭാര്യനെ സപ്പോർട്ട് പറയാൻ തുടങ്ങിയല്ലോ, അത് ഈയിടെയായിട്ട് കുറച്ച് കൂടുന്നുണ്ട്, അതെനിക്കറിയാം. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഒരു സമയത്ത് പോലും മുത്തശ്ശൻ സംസാരിച്ചത് നയനെ കുറിച്ചാ. അതെന്താണെന്ന് ഞാനിപ്പോ പറയുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ആരും നയനെ അങ്ങോട്ട് അടിച്ചമർത്തേണ്ട കാര്യമില്ല. അപ്പം ജയൻ ചോദിച്ചു, അല്ല അതെന്താ നയനെ കുറിച്ച് പറഞ്ഞ കാര്യം നീ ഇവിടെ പറയാത്തത്? ഭാവിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞെന്നോർത്തോണ്ട് ഒരു കുഴപ്പമില്ല. ഭാവി കാലത്ത് ഇവിടെ എല്ലാവരും നയനേനെ അംഗീകരിക്കണമെന്നും അതുപോലെ തന്നെ ഈ വീട്ടില് നയനെ ആയിരിക്കണം ഈ വീട്ടിലെ ഒരു തറവാട്ടമ്മയെ പോലെ ഈ വീട് ഭരിക്കേണ്ടതെന്നൊക്കെ അതൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജലജയ്ക്കും അതുപോലെ തന്നെ ദേവയാനിക്കും ജാനകിക്കൊന്നും പിടിച്ചില്ല കേട്ടോ. എങ്കിൽ പിന്നെ ഇപ്പൊ തന്നെ ഞങ്ങളെ എല്ലാവരും ഇറങ്ങി അങ്ങ് തന്നേക്കാം. വീട്ടിൽ ആരാണോ കലഹം ഉണ്ടാക്കുന്നത് അവര് മാറി നിൽക്കുന്നത് നല്ലതാ. അവരിറങ്ങി പോകുന്നതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. ദൈവത്തിന് നിരക്കാത്ത ഒരു പ്രവൃത്തിയും ഇവിടെ നടക്കില്ല, അത് നടത്താനായിട്ട് ഞങ്ങൾ സമ്മതിക്കുകയുമില്ല എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ട ഉടനെ നമ്മുടെ ദേവയാനി ചോദിച്ചല്ല, ഈ അഭിപ്രായം തന്നെയാണോ നിനക്കും ഉള്ളത്, എന്റെ മോനും ഉള്ളത്, എന്റെ ഭർത്താവിന്റെ അഭിപ്രായം തന്നെയാണോ? അത് പിന്നെ ഭാര്യേനെ തള്ളിക്കളഞ്ഞിട്ട് അമ്മേനെ സ്നേഹിക്കണമെന്നും എനിക്കില്ല. അതുപോലെ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, അമ്മേനെ തള്ളിക്കളഞ്ഞിട്ട് ഭാര്യേനെ സ്നേഹിക്കാനും ഭാര്യേനെ തള്ളിക്കളഞ്ഞിട്ട് അമ്മേനെ സ്നേഹിക്കാനൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. രണ്ടുപേർക്കും എന്റെ ജീവിതത്തിൽ തുല്യസ്ഥാനം തന്നെ ഞാൻ കൊടുക്കുന്നത്. അപ്പം ജലജ പറഞ്ഞു, ഏടത്തി പുതുപ്പെണ്ണ് വരുന്നതറിഞ്ഞേ നല്ല രീതിയിൽ മരുമകൾ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്, അതാ ഇപ്പൊ ഇങ്ങനെയൊക്കെ ആദർശ് സംസാരിച്ചത്. ദേ, ഏടത്തിയുടെ മുഖത്ത് പോലും നോക്കി സംസാരിക്കാൻ മടിച്ചിരുന്ന ആദർശ് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതാ നയനയുടെ കഴിവ് തന്നെയാ. സൂക്ഷിച്ചോ, ഇവിടെ യുദ്ധം തുടങ്ങിയേക്കുക. ഇനിയിപ്പം എന്തൊക്കെയാ നടക്കാൻ പോകുക എന്ന് ഭഗവാന് മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നിലവിളക്കൊക്കെ ആയിട്ട് നമ്മുടെ അനാമിക ആ ഒരു വിളക്ക് പൂജാമുറി കൊണ്ട് വെക്കുകയാണ്. എന്നിട്ട് പ്രാർത്ഥിക്കും, എൻ്റെ ഈശ്വര, ഞാൻ ഈ വീട്ടിൽ മരുമകളായിട്ട് വന്ന് കയറി ഇനി എൻ്റെ അച്ഛൻ്റെ കടമൊക്കെ വീട്ടാൻ എനിക്ക് പറ്റണമേ, ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കണേന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും. അപ്പം കൂടെ അനിയും ഉണ്ടല്ലോ. അനി ഒന്നും പ്രാർത്ഥിക്കാതെ അങ്ങ് തിരിഞ്ഞങ്ങൊരു ഒറ്റ പോക്ക് പോയിട്ടോ. അനാമികയ്ക്ക് അറിയാം അനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ വിവാഹത്തിന്. അപ്പൊ ഇതേ സമയം അടുക്കളയിൽ ഇങ്ങനെ പാലൊക്കെ കാച്ചിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നയന പെണ്ണിന് കൊടുക്കാനുള്ള പാലും പഴവും ഒക്കെ ആട്ടോ ഉണ്ടാക്കണത്. അപ്പൊ അങ്ങനെ ഒരു ചെറിയ ചടങ്ങുണ്ടല്ലോ, പാലും പഴവും കൊടുത്ത് സ്വീകരിക്കുന്നത്. അപ്പൊ ഇത് കണ്ടോണ്ട് നമ്മുടെ ജാനകി വരിക. ജാനകി വന്നതും കലി തുള്ളിക്കൊണ്ടാ ജാനകി വരുന്നത്. അറിയാലോ, എന്തെങ്കിലും പറയാനാണല്ലോ ജാനകി നയനയുടെ മുമ്പിൽ ഇപ്പം പ്രത്യക്ഷപ്പെടുക. അങ്ങനെ വന്നിട്ട് നമ്മുടെ ജാനകി പറഞ്ഞു, അതെ ഞാൻ ഇതൊക്കെ ചെയ്തോളാം, എന്റെ മരുമകൾക്ക് ഞാൻ പാലും പഴവും ഒക്കെ കൊടുത്തോളാം, നീ ഇത് ചെയ്യണ്ട. ഓഹോ, ഇളയമ്മ ഇത് നേരത്തെ പറയുമായിരുന്നെങ്കിൽ ഞാൻ ചെയ്യില്ലായിരുന്നല്ലോ. നീ ഇതിനകത്ത് എന്തൊക്കെ കൃത്രിമം കാണിക്കുന്നു പറയാൻ പറ്റത്തില്ല, അതുകൊണ്ടാ. അതെ, ഇവിടെ അങ്ങനെയൊക്കെ കാണിക്കുന്നവരുണ്ട്, അവരെ ആദ്യം തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കണം. ദേ, നീ കൂടുതൽ സംസാരിക്കരുത്, എനിക്കിതിനെ അടിമുടി മനസ്സിലായി കഴിഞ്ഞു നയനെ. ഒന്നും മനസ്സിലായിട്ടില്ല അമ്മേ. അങ്ങനെ മനസ്സിലായിരുന്നെങ്കിലേ ഇങ്ങനെയൊന്നും സംസാരിക്കില്ലായിരുന്നു. എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുമില്ല. ഞാൻ സ്വാർത്ഥതയുള്ളവളായിരുന്നെങ്കിലേ, ഞാൻ വിഷം ഉള്ളിൽ വെച്ച് നടക്കുന്നവളായിരുന്നുവെങ്കിൽ ഇന്ന് ഈ വിവാഹം ഒരിക്കലും നടക്കില്ലായിരുന്നു. അത് ഇളയമ്മയൊന്ന് മനസ്സ് വെക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയനെ അങ്ങ് പോയിട്ടോ. ഏതായാലും നയന സത്യം തന്നെ പറഞ്ഞത്. നയന വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഉറപ്പായിട്ട് ഈ ഒരു വിവാഹം നടക്കാൻ പോകുന്നില്ലായിരുന്നു. ഏതായാലും ഇത് കേട്ടിട്ട് കലിപ്പോട് കൂടി നമ്മുടെ ജാനകി നിൽക്കുക. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനീനെ അനാമികനെയും സെറ്റിയിൽ കൊണ്ടിരുത്തിട്ടോ. അത് കഴിഞ്ഞിട്ട് ദേവയാനി പറയുക, മോക്ക് വിഷമമുണ്ടോ? മോക്കും വിഷമം കാണും, മോളുടെ അമ്മയ്ക്കും അച്ഛനൊക്കെ വിഷമം കാണും. ഒറ്റ മോളല്ലേ ഉള്ളൂ, അതിന്റെ വിഷമം കാണാതിരിക്കത്തില്ലല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ, വിരുന്നിന് പോകുന്നുണ്ടല്ലോ, അങ്ങോട്ടൊരു പോകുന്ന ചടങ്ങുണ്ടല്ലോ. അപ്പം മോളൊരു കാര്യം ചെയ്യുക, കുറച്ച് ദിവസം മോള് അനിക്കൊപ്പം അവിടെ നിന്നോ, രണ്ടുപേരും കൂടെ അവിടെ നിന്നിട്ട് പതിയെ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. അപ്പം മുത്തശ്ശി പറഞ്ഞു, മോളിങ്ങോട്ട് വന്നപ്പോൾ അമ്മ മാത്രമല്ല കേട്ടോ, അച്ഛനും കരഞ്ഞു. അത് ഞാൻ നന്നായിട്ട് കണ്ടു. ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു വിടുമ്പം ദേ അമ്മയുടെ അച്ഛന്മാരുടെ ചങ്കിലെ പെടച്ചിലെന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു പെടച്ചിൽ തന്നെയാണ്.
അപ്പോഴേക്കും ജാനകി പറഞ്ഞു, ദേ കണ്ടില്ലേ മോളുടെ ഒരു സങ്കടം. അങ്ങനെയാ പെൺകുട്ടികള്. ദേ അവരെ കെട്ടിച്ചു വിടുമ്പോ അച്ഛനമ്മമാർക്ക് പെൺകുട്ടികളെക്കാൾ വിഷമം ഉണ്ടാകും. അവരെ വിട്ടുപിരിയുന്നതിന്റെ വേദന മക്കൾക്കും ഉണ്ടാകും. പിന്നെ ഇവിടെ ചിലരൊക്കെ പുറമെ സങ്കടം കാണിച്ചിട്ട് ഉള്ളിൽ സന്തോഷിക്കുകയല്ലേ. എങ്ങനെയാ അർഹതപ്പെടാത്ത സ്ഥലത്താണല്ലോ വന്ന് എത്തിയത്. അഷ്ടിക്ക് വഹയില്ലാതെ കിടന്നപ്പോ ഇതൊക്കെ കിട്ടുന്നത് സൗഭാഗ്യമായിട്ട് കാണുന്നവരാ ഇവിടെ ഉള്ളവര്. ഓ അതെ അതെ അതെ, ഏടത്തി പറഞ്ഞ് ശരിയാ. ദേ ആ സമയത്ത് കല്യാണമേളത്തെക്കാൾ മേളമായിരുന്നു ഇവരുടെ വീട്ടുകാരുടെ മനസ്സില്. ഇത് കേട്ടോണ്ടേ നമ്മുടെ ആദർശ് പറഞ്ഞു, നവ്യയുടെ കാര്യം എനിക്കറിയില്ല. എന്റെ ഭാര്യ സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ ഈ വീട്ടിലേക്ക് വന്നത്. ആ സാഹചര്യമൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും ഇത് പറഞ്ഞ് ഓരോരുത്തരെ കുത്തി വേദനിപ്പിക്കുന്നത്? ഓ നീ നിന്റെ ഭാര്യനെ കൂടുതലൊന്നും ന്യായീകരിക്കേണ്ട കാര്യമില്ല ആദർശെ. അന്ന് നടന്നത് കോടും ചതിയാ, വഞ്ചന. അതെന്റെ മോന് തിരിച്ചറിയാനേ എനിക്കിപ്പം കുറച്ച് വൈകും, അതെനിക്കറിയാം. അപ്പൊ മുത്തശ്ശി പറഞ്ഞു, ആ ചതിയും വഞ്ചനയും കൊണ്ട് ഈ തറവാടിന് ഒരു ദോഷവും പറ്റിയിട്ടില്ലല്ലോ. നയനമോൾ ഈ കുടുംബത്തിന്റെ ഐശ്വര്യ വിളക്ക. അത് ഇതുവരെ നിങ്ങൾക്കൊന്നും അറിയില്ല. പക്ഷെ എനിക്കും മുത്തശ്ശനും ഇപ്പൊ ആദർശനൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ദേ അനാമിക മോള് കണ്ടുപഠിക്കേണ്ടത് മോളുടെ ഏടത്തീനെയാ. ഏടത്തീനെ കണ്ടുപഠിച്ചാല് മോളുടെ കുടുംബജീവിതം നന്നായിട്ട് മുന്നോട്ടേക്ക് പോകും. അപ്പൊ നമ്മുടെ ദേവയാനി പറഞ്ഞു, അമ്മ അങ്ങനെയൊക്കെ പറയും. ദേ കള്ളത്തരം കൂടെ നടക്കുന്നവരെ കൊണ്ട് അതൊക്കെ കണ്ടു പഠിച്ചാലേ ആർക്കാണെങ്കിലും തകർച്ച ഉണ്ടാകും. അതൊക്കെ മനസ്സിൽ വെച്ചോണ്ട് വേണം കേട്ടോ മോള് മുന്നോട്ടേക്ക് പോകാന്. ദേ രണ്ടാലും പാല് കുടിക്കുക പറഞ്ഞ് പാല് കൊടുക്കാണ്. നമ്മുടെ ജാനകിയാണ് പാല് കൊടുക്കുന്നത്. അങ്ങനെ പാലും പഴവും ഒക്കെ ഇങ്ങനെ മധുരം വെപ്പുണ്ടല്ലോ, ആ ഒരു ചടങ്ങാണ് പിന്നെ നടക്കുന്നത്. ഈ സമയത്താണ് അനിക്ക് പെട്ടെന്നൊരു കോള് വരുന്നത് കേട്ടോ. അപ്പൊ ഈ പഴത്തിന്റെ ബാലൻസ് ഒന്നും തിന്നാൻ അനി നിൽക്കണില്ല കേട്ടോ, കഴിക്കാൻ നിൽക്കണില്ല. അപ്പൊ പെട്ടെന്ന് ഒരു കോള് വന്നപ്പോഴത്തേക്കും ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് കട്ട് ചെയ്യാണ്. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ജാനകി ചോദിച്ചു, ആരാടാ വിളിച്ചത്? അത് പിന്നെ എനിക്ക് അർജന്റായിട്ട് എനിക്ക് പുറത്തു പോകണമെന്ന് പറഞ്ഞു. പുറത്തു പോകാനോ? അങ്ങനെയൊന്നും പുറത്തു പോകാൻ ഇപ്പൊ പറ്റില്ല. എനിക്ക് പുറത്തു പോയേ പറ്റൂ. എങ്കിൽ പിന്നെ അനാമിക മോളെയും കൊണ്ട് പുറത്തു പോകുമ്പോൾ അത് പിന്നെ ഇപ്പൊ വേറെ ആരെയും കൊണ്ടും എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എടാ നിന്റെ കുട്ടികളെ ഇനിയെങ്കിലും നീ മാറ്റി വെക്കടാ. ഇനിയിപ്പൊ കുട്ടിയായിട്ടൊന്നും ഇരുന്നിട്ട് കാര്യമില്ല. കല്യാണം കഴിഞ്ഞു. ദേ ഇനി അനാമിക മോള് വേണം ഇതൊക്കെ മാറ്റിയെടുക്കാൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനി പെട്ടെന്ന് ഞാൻ പോകുക എന്ന് പറഞ്ഞ് അങ്ങ് പോയി. അപ്പോഴേക്കും നമ്മുടെ അനാമിക അവിടെ നിന്ന് പറയുകയാണ്, അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. കുട്ടിക്കളി എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇനിയിപ്പം അനീനെ കുട്ടിയായിട്ട് ആരും കാണേണ്ട കാര്യമില്ല. ഞാൻ കണ്ടിരുന്നു 5 വിരല് അനിയുടെ മുഖത്ത് പതിഞ്ഞത്. അത് എനിക്ക് ഒത്തിരി വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുമല്ല ഈ മദ്യപിക്കുക എന്നത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, എനിക്കിഷ്ടമുള്ള കാര്യമില്ല. പക്ഷേ കല്യാണത്തിന്റെ തലേന്ന് മദ്യപിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂട്ടുകാരുടെ കൂടി ഒന്ന് സന്തോഷിച്ചല്ലേ. ഇതിന് മാത്രം ഒരു അടി കൊടുക്കണ്ടായിരുന്നു ആദർശേട്ടാന്ന് പറഞ്ഞപ്പം. അത് പിന്നെ മോളെ ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മോക്കത് വേദനിച്ചിട്ടുണ്ടെങ്കിൽ മോൾ എന്നോട് അങ്ങ് ക്ഷമിച്ചേരെ. ഇനി ഞാനത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞിട്ട് ബാ നയനെന്ന് പറഞ്ഞ് നയനെ കൂട്ടിക്കൊണ്ട് ആദർശ് അങ്ങ് പോയിട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശി അങ്ങ് പോയി. അപ്പോഴേക്കും നമ്മുടെ അനാമികനെ പിടിച്ചു നിർത്തിയിട്ട് ദേവയാനി പറഞ്ഞു, അതെ ഈ കുടുംബത്തിന്റെ സമാധാനവും സ്വസ്ഥതയും നശിപ്പിക്കാൻ വേണ്ടി കയറിയ പാഴ് ജന്മങ്ങളാ ഈ കുടുംബത്തിൽ കയറി വന്ന ആ 2 മരുമക്കള്. ആ മരുമക്കള് വന്നതോടുകൂടിയാ ഈ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടത്. അത് മോള് മനസ്സിലാക്കണം. അവരെ കണ്ട് ഒരിക്കലും മോള് പഠിക്കാൻ നിൽക്കരുത്. ഇത് കേട്ടോണ്ട് നമ്മുടെ അനാമിക ഇങ്ങനെ എന്തൊക്കെയോ മനസ്സിലിങ്ങനെ ആലോചിച്ച് നിൽക്കാനുണ്ട്. അപ്പൊ ആ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷമായി എത്രയും പെട്ടെന്ന് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.